ഹായ്. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണേ. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വലി വെയിറ്റ് ലോസ് ജേർണി വീഡിയോ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി രണ്ടും ഓൾമോസ്റ്റ് കോയിൻസൈഡ് ചെയ്യണ പോലത്തെ വീഡിയോകളാണ്. കാരണം നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ടിരുന്ന നമ്മൾ മെൻ്റലിയും ഒരു 50% നമുക്ക് ഹാപ്പിനെസ് തരും. നമുക്ക് ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ അതുപോലെ തന്നെ ഫിറ്റ് അല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് അതൊരു മെൻ്റൽ ഹാപ്പിനെസ് കുറയ്ക്കും. അതുപോലെ തന്നെ തിരിച്ചും മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാൻ തോന്നും. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽസ് കുറയും. അങ്ങനെ അതുകൊണ്ടുണ്ടാവുന്ന കുറേ അസുഖങ്ങൾ നമുക്ക് കുറയും. സോ രണ്ടും ആക്ച്വലി കോയിൻസൈഡ് ചെയ്ത് പോണ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രണ്ടിലും പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ സെയിം തന്നെയായിരിക്കും. അതായത് നമ്മൾ ഒരു നല്ല ലൈഫ് സ്റ്റൈല് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ മെൻ്റലിയും ഫിറ്റായിരിക്കണം, അതുപോലെ തന്നെ ഫിസിക്കലിയും ഫിറ്റായിട്ട് ഇരിക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗുജറാത്തിലാണ്. ഇവിടെ കുറേ ആൾക്കാരനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ആകുമ്പോഴേക്കും അവർ അത്യാവശ്യം സമ്പാദിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുറേ ആൾക്കാർ നേരത്തെ തന്നെ ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മക്കളായിട്ടുണ്ട്. അങ്ങനെ അവർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഹാപ്പി ലൈഫായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സ്വന്തമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാണ്ടാവുക, അതുപോലെ തന്നെ ഷെൽട്ടർ, സ്വന്തമായിട്ട് വീട് വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ വാടകയ്ക്കാണെങ്കിൽ ആ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കാശുണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈമറി ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞു. ആ ഒരു പ്രൈമറി ആവശ്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആക്ച്വലി കുറേയൊക്കെ നമ്മൾ സേഫ് സോണിലാണ്, പ്രൊട്ടക്റ്റഡ് ഫീലിങ്ങിലാണ്. അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഒരു മെൻ്റലി ഹാപ്പിനെസ് തരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിച്ചു, ഒരു പാർട്ട്ണർ, അത് ഏത് പാർട്ട്ണർ ആയിക്കോട്ടെ, ഒരു പാർട്ട്ണർ അതിൽ വർക്കൊന്നും ചെയ്യണില്ല, സ്വന്തമായിട്ട് സമ്പാദ്യമില്ല. പക്ഷേ എല്ലാതും വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏതൊരു റിലേഷൻ ആയാലും, ഇപ്പോൾ കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല, ഇപ്പോൾ വീട്ടിൽ പാരൻസ് ഉണ്ട്, മക്കൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കഴിയണേ. സോ ഒരു കാലത്ത് പാരൻസ് ഇല്ലാണ്ടാവുമ്പോൾ ആക്ച്വലി അവർക്ക് അപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല, സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള ഒരു ഇതായിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പിന്നെ ആണ് എല്ലാം ലാസ്റ്റ് ടൈമിലാണ് നമുക്കൊരാവശ്യം വരുമ്പോൾ ആണ് നമ്മൾ ജോലി അന്വേഷിക്കണേ, അപ്പോൾ കിട്ടണില്ല. അങ്ങനെയൊന്നും ആവാണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാനിങ്ങിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഡിപ്രഷനിലേക്ക്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഡിപ്രഷനിലേക്ക് പോകാണ്ടിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ ഒരാളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ജോലി, പഠിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. 18 വയസ്സിൽ നമ്മൾ ഈ ഒരു ഏണിങ് വലിയ ഏണിങ് ചെയ്യണമെന്നൊന്നല്ല, ചെറിയ ജോലികളാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഭക്ഷണമൊക്കെ മേടിക്കാനുള്ള ഒരു സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മളതിനെ ഒരു ചെറിയൊരു പ്രൊട്ടക്റ്റഡ് ഫീലിംഗ് ആ കാര്യത്തിൽ ഉണ്ടാക്കും. 2, നമ്മൾ പറഞ്ഞു ഡെയിലി റുട്ടീൻ. നല്ല കട്ട ഡിപ്രഷനിലാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ തോന്നില്ല. ഈവൻ ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോലിക്ക് പോകാൻ തോന്നില്ല. ഈവൻ ഉറക്കം വരില്ല, കട്ടിൽ നിന്ന് എണീക്കാൻ തോന്നില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ആദ്യം വലിയ ടാർഗറ്റ്സ് അല്ല വയ്ക്കുക, ഓരോ ബേബി സ്റ്റെപ്സ്. നമ്മൾ വലിയ ഗോൾസ് വെച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും നമ്മൾ ഡിപ്രഷനിലേക്ക് പോവും. പക്ഷേ അതല്ലാണ്ട് ചെറിയ നമുക്ക് ഗോൾ വെച്ച്, ഓക്കെ ഞാൻ ഇന്ന് കാലത്ത് 7 മണിക്ക് എണീക്കും, അതുപോലെ തന്നെ കാലത്ത് നമ്മുടെ നോർമൽ റുട്ടീനുകളായിട്ടുള്ള കുളിക്കുക, പല്ല് തേക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും ഇത്ര സമയത്തിന്. അതായത് നമുക്ക് 8:30ക്കാണ് ഡ്യൂട്ടിക്ക് കയറുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടൈമിങ്, നമുക്ക് യാത്ര ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നറിയാം. അപ്പോൾ ആ കറക്റ്റ് ടൈമിനെയാണ് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ നമ്മൾ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ന സമയത്തിന് 10 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് എടുക്കും. അതുപോലെ തന്നെ
ഇന്ന സമയത്തിന് എൻ്റെ ഭക്ഷണം കഴിച്ചു കഴിയും. അതുപോലെ ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ടൈമിങ് എഴുതി വയ്ക്കുക. അത് നിങ്ങളുടെ ജോലി ടൈമിൽ ബ്രേക്കിൻ്റെ ടൈമാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ ടൈം എഴുതി വയ്ക്കുക. ഭക്ഷണം കഴിക്കുക. ഓരോന്നും ഇങ്ങനെ ടിക്കിട്ട് പോവുക. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന്. ആദ്യം തന്നെ എല്ലാതും ടിക്കായിട്ടൊന്നും വരണമെന്നില്ല. പക്ഷെ അതിൽ വർക്ക് ചെയ്ത് നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണം. നമ്മൾ ഓക്കെ ആദ്യത്തെ മുകളിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എനിക്കായ തോന്നുന്നില്ല, ഇന്നത്തെ ദിവസം വേണ്ട, നാളത്തെ ദിവസം തൊട്ടിട്ട് മതി എന്നൊക്കെ തോന്നും. പക്ഷേ വേണ്ട, നമ്മളതിനെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് ഓരോന്നും ടിക്ക് മാർക്കാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ടിക്ക് മാർക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കണ സമയം നോക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 10 to 4, രാത്രി 10 to പുലർച്ചെ 4 മണി വരെയുള്ള ആ ഒരു സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു 7 to 8 മണിക്കൂർ ഉറങ്ങാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ റെഗുലറായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഒരു 2 ദിവസം ചെയ്തു 2 ദിവസം ചെയ്യാണ്ടിരിക്കുക അങ്ങനെയല്ല വേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാം ടിക്ക് ചെയ്ത് വരിക. ഡെയിലി റുട്ടീൻ ആദ്യത്തെ ചിലപ്പോൾ ഒരു 1 month നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യത്തെ 1 month ഇപ്പോൾ നമ്മൾ 10 റുട്ടീൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 5 ടിക്ക് ചെയ്യാൻ പറ്റിയതുണ്ടാവുള്ളൂ. പക്ഷേ പതുക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ, ഡിപ്രഷനിൽ പുറത്ത് കിടക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ടിക്കുകൾ കൂടി വരും. അതുപോലെ തന്നെ നമ്മുടെ റുട്ടീനുകളിൽ ബെറ്റർ ആയിട്ടുള്ള നമ്മളതിനെ മുന്നോട്ട് നയിക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ ഡെയിലി ഇനി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ആ ഒരു റുട്ടീനിലേക്ക് എഴുതി ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ എക്സസൈസിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വയ്ക്കുക. ആദ്യം നടക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് പുറത്ത് നടക്കുക. അത് നടക്കണം ഞാൻ പറഞ്ഞു 4 മണിക്ക് ശേഷം. അതുപോലെ തന്നെ കാലത്താണെങ്കിൽ ഒരു 10 മണിക്ക് മുന്നായിട്ട് നടക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നടക്കുന്നത് നല്ലതാണ്. അപ്പോൾ എക്സസൈസുമായി അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നല്ല ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇടാണ്ട് ഒരു ഹാഫ് സ്ലീവ്സ് ആയിട്ടുള്ളോ അതുപോലെ തന്നെ ഇത്തിരി സൺലൈറ്റ് കൊള്ളണ പോലത്തെ ഡ്രസ്സുകൾ ഇടുക. അതുപോലെ തന്നെ പിന്നെ എന്നും നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ വലിച്ചു വാരിയിട്ടിട്ട് കിടക്കാതെ എല്ലാം നല്ല ഒതുക്കി വെച്ച്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ നന്നായി വൃത്തിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് ഇട്ട്, അതിനൊക്കെ ആക്ച്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ബെഡ്ഷീറ്റ് ഇട്ട് നല്ല വൃത്തിക്ക് ബെഡ് പ്രിപ്പയർ ചെയ്തിട്ട് കിടക്കുക. അതുപോലെ തന്നെ കാലത്തും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വലിച്ചു വാരിയിട്ടിട്ട് എണീറ്റ് പോകാണ്ട് അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എണീക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം നോർമൽ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എന്നും ചെയ്യണതല്ലേ. പക്ഷേ ഡിപ്രഷനിലുള്ള ആൾക്കാർക്ക് ഇതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ആക്ച്വലി ജീവിക്കണേലേ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നണ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. എന്തിനാ ജീവിക്കണമെന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ തോന്നുന്ന ആൾക്കാരും അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്നും ചെയ്യണമില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് അതുപോലെ തന്നെ അതൊരു റുട്ടീനാക്കിയിട്ട് ചെയ്യുക. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ടൈം വേസ്റ്റിംഗ് പോലെ തോന്നും. പക്ഷെ നമുക്കത് ബെറ്റർ ആവും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കൂടുതൽ ടൈം കിട്ടാൻ തുടങ്ങും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കരിയർ ഗ്രോത്ത് ചെയ്യാനും അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടൈം കിട്ടാൻ തോന്നും. അതുപോലെ തന്നെ മെൻ്റൽ ഹാപ്പിനെസ് കിട്ടാകുമ്പോൾ തന്നെ ബാക്കി പല അസുഖങ്ങൾ കുറഞ്ഞു വരും. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ നമ്മളതിനെ കളിയാക്കണ ആൾക്കാർ, അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അങ്ങനത്തെ നെഗറ്റീവ് എൻവയോൺമെൻറ്റിൽ നിന്ന് കൂടുതൽ മാറി നിൽക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യണ ഒരു 1-2 പേരോ അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരാളോട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളതിനെ എൻകറേജ് ചെയ്യണ ആൾക്കാരനെ കൂടെ നിർത്താൻ നോക്കുക. നെഗറ്റീവായിട്ട് നമ്മളതിനെ ബാധിക്കണ ആൾക്കാരനെ ഒഴിവാക്കുക. അതിൽ വലിയ തെറ്റൊന്നുമില്ല. നമ്മൾ കുറച്ച് ടൈം നമ്മളെ പറ്റിയിട്ട് ആലോചിക്കണം, നല്ലതാണ്. ഈ കാര്യത്തിൽ സെൽഫിഷ് ആവണത് കുറച്ച് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ സെൽഫിഷ് ആവാണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ സന്തോഷവും സ്നേഹവും അവരുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ടുള്ള ആൾക്കാരെ കൂടുതലായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലൊക്കെ പോകാൻ ചാൻസ്. നമ്മുടെ പ്രയോറിറ്റി നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരിനെ ആദ്യം നമുക്കൊരു പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ട്.
ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നെ കൊടുക്കുക. നമ്മുടെ ഹെൽത്ത് നോക്കുക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നോക്കുക, നമ്മുടെ ഹാപ്പിനെസ് നോക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ നോക്കുക. നമുക്ക് ഹോബീസ് ഉണ്ടെങ്കിൽ ആ ഹോബീസ് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഗെയിംസിൻ്റെ പ്രാക്ടീസിനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനൊക്കെ പോകാൻ നോക്കുക. പിന്നെ ബാക്കിയുള്ളവർ എന്തു പറയണോ എന്നുള്ളത് അധികം ശ്രദ്ധിക്കാണ്ടിരിക്കുക. അങ്ങനെ ശ്രദ്ധിക്കാൻ നടന്നാൽ പിന്നെ അതിന് മാത്രമേ ടൈമുള്ളൂ. നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. അതിലിപ്പോൾ നിങ്ങൾ അനുഭവിക്കണം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കണോ വേറെ ആരും അത് കൂടെ അനുഭവിക്കാൻ വരില്ല. നിങ്ങൾ മാത്രമായിരിക്കും അത് അനുഭവിക്കാനുണ്ടാവുള്ളൂ. സോ ഡിസിഷൻ എടുക്കുന്നതും നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് എടുക്കുക. ഓക്കെ, ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ നിങ്ങളതിനെ നല്ല പോലെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് എടുക്കുക. അല്ലാണ്ട് വഴി നടക്കുന്ന ആൾക്കാരുടെ വർത്തമാനമൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.